ലേഖനം 1 കൊരിന്ത്യരാണല്ലോ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലേക്ക് വരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു. 5-ാം അധ്യായം നാം വായിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ എന്ത് മനോഭാവത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് അത് കൊരിന്ത്യർക്ക് എഴുതുന്നത് എന്നുള്ളത് നാം ഓർത്തിരിക്കണം. 4-ാം അധ്യായത്തിന്റെ തുടർച്ചയാണ് 5-ാം അധ്യായം എന്നുള്ളത് നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ അധ്യായങ്ങളൊക്കെ പിൽക്കാലത്ത് തിരിച്ചതാണ്, പൗലോസ് തിരിച്ചതല്ല അധ്യായങ്ങൾ. പൗലോസ് എഴുതുമ്പോൾ ഒന്നായിട്ട് എഴുതിയതാണ്. പിന്നീട് വളരെ അടുത്ത കാലത്താണ് ഇത് അധ്യായങ്ങളായിട്ട് തിരിച്ചത്. 4-ാം അധ്യായത്തിന്റെ അവസാന വാക്കുകളിലേക്ക് വരുമ്പോൾ ഇതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് എന്ത് മനോഭാവത്തിലാണ് പൗലോസ് കൊരിന്ത്യർക്ക് ഇത് എഴുതുന്നത് എന്നുള്ളത്. 14 നാം വായിക്കുന്നുണ്ട്, നിങ്ങളെ നാണിപ്പിക്കാനല്ല എൻ്റെ പ്രിയ മക്കളോട് എന്നപോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് ഇത് എഴുതുന്നു. അതുപോലെ തന്നെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു പിതാവ് എന്നുള്ള നിലയിലാണ് പൗലോസ് ഈ വാക്കുകൾ, പ്രത്യേകിച്ചും 5-ാം അധ്യായം നാം വായിക്കുമ്പോൾ അത് ഏതോ ഒരു കഠിനമായിരിക്കുന്ന ഭാഷയിൽ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുമ്പോൾ നാം ഓർക്കണം, ഒരു പിതാവ് തൻ്റെ മക്കളെ ഉപദേശിക്കുന്നത് പോലെ അല്ലെങ്കിൽ മക്കളെ ശിക്ഷിക്കുന്നത് പോലെ ഉള്ള ഒരു അനുഭവമാണ് നമുക്ക് 5-ാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ 5-ാം അധ്യായം നാം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം, പൗലോസ് ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ള ചിന്ത നമുക്കുണ്ടായിരിക്കണം. 4 വരെയുള്ള അധ്യായങ്ങളിൽ കൊരിന്ത്യയിലെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നായിരിക്കുന്ന ഭിന്നതയാണ് വിഷയം. ഭിന്നത അത് നീക്കണം. ആ പ്രത്യേകമായിരിക്കുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് 4 വരെയുള്ള അധ്യായങ്ങൾ എഴുതിയിരിക്കുന്നത്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭിന്നത എന്നതിനെ പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ പ്രാധാന്യമുള്ളതായിരിക്കുന്ന, എല്ലാം പ്രാധാന്യമുള്ളതാണ്, ഒരു വിഷയമാണ് 5-ാം അധ്യായത്തിലെ വിഷയം. നമുക്ക് ആ ഭാഗം മൊത്തമായിട്ട് നാം വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ എന്താണ് അവിടുത്തെ വിഷയം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടുത്തെ വിഷയം ദുർനടപ്പാണ്. 5-6 അധ്യായങ്ങളിൽ 6-ാം അധ്യായത്തിൽ വേറൊരു വിഷയം കൂടെ പൗലോസ് അവിടെ അവരെ ഉപദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുവാൻ, അവരെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അത് വ്യവഹാരം എന്നുള്ള വിഷയമാണ്. വ്യവഹാരങ്ങളിൽ, ഇടപാടുകളിൽ, കോടതി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കോടതി വ്യവഹാരങ്ങൾ പോലെയുള്ള വ്യവഹാരങ്ങൾ, അതില് എങ്ങനെയാണ് വിശ്വാസി ഇടപെടേണ്ടത് എന്നുള്ളത് അതിനാണ് അവിടുത്തെ ഒരു വിഷയമാണ് 6-ാം അധ്യായത്തിൽ. അതിനോടൊപ്പം തന്നെ 5-ാം അധ്യായത്തിൽ തുടർച്ചയായിട്ടും ചില കാര്യങ്ങൾ 6-ാം അധ്യായത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 5-ാം അധ്യായത്തിന്റെ പ്രധാന വിഷയം, ഒറ്റ വിഷയമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ, അത് ദുർനടപ്പ് എന്നുള്ളതായിരിക്കുന്ന വലിയ പാപം. അത് എങ്ങനെയാണ് അതിനോട് സഭ പ്രതികരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിരിക്കുന്ന നിലയിൽ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ ദുർനടപ്പ് എന്നുള്ളതായിരിക്കുന്ന ആ പാപം എന്തുകൊണ്ടോ ഈ ലേഖനങ്ങളിലൊക്കെ നാം ലിസ്റ്റുകൾ കാണുമ്പോൾ ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പാപമായിട്ട് ജഡത്തിന്റെ പ്രവൃത്തികളോ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന വാക്യം. അനേക വാക്കുകൾ കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിക്കുകയുണ്ട്. ഗലാത്യ ലേഖനം 5:19 ജഡത്തിന്റെ പ്രവൃത്തികളോ എന്ന് തുടങ്ങുന്നതായിരിക്കുന്ന ആ വാക്യം. കൊലോസ്യർ 3:5, 1 കൊരിന്ത്യർ 6:9, 1 കൊരിന്ത്യർ 6:17 ഈ വാക്യങ്ങളിലൊക്കെ പാപങ്ങളുടെ ലിസ്റ്റ് പറയുമ്പോൾ ഒന്നാമതായിട്ട് പറയുന്ന പാപമാണ് ദുർനടപ്പ് എന്നുള്ളത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതിന്റെ കാരണം ഞാൻ പറഞ്ഞതാണ്, ഈ കാലങ്ങളിൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആത്മീയ ജീവിതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ തക്കവണ്ണം പിശാച് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും വിശേഷിച്ചും ഇക്കാലങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു പാപമായിട്ട് ദുർനടപ്പിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാം ഈ ദിവസങ്ങളിൽ ഓർക്കുകയുണ്ടായല്ലോ, കൊരിന്ത്യ സഭയുടേതായ എല്ലാ ലക്ഷണങ്ങളുമുള്ള ഒരു സമൂഹത്തിലാണ് വാസ്തവത്തിൽ നാം ഇന്ന് ജീവിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ തലമുറ അങ്ങനെയുള്ളവരായിരുന്നില്ല, ഇതിനേക്കാളൊക്കെ വളരെ ഭേദമായിരുന്നു അവർ. അവരുടെ ജീവിതത്തിലും തെറ്റുകൾ ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കാലങ്ങളെക്കാൾ അധികമായിട്ട് ഈ നാളുകളിൽ അവരോട് പിന്നെയും കുറെ കൂടെ സമീപിച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ അന്ത്യനാളുകളുടെ അന്ത്യനാളുകളായിരിക്കാം ഈ കാലങ്ങളിൽ. ഈ കാലങ്ങളിൽ ഈ പാപം
സഭകളെയും കുടുംബങ്ങളെയും ഒക്കെ കഴിഞ്ഞ തലമുറയേക്കാൾ അധികം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവത്തില് അത് പ്രത്യേകമായിട്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആ ചിന്താഗതിയോടുകൂടെ, ആ പ്രാധാന്യത്തോടുകൂടി വേണം നാം ചിന്തിക്കുവാനായിട്ട്. വിശ്വാസികളായിരിക്കുന്ന മനുഷ്യരെ തെറ്റിക്കുവാനായിട്ട് പിശാച് ഉപയോഗിക്കുന്ന ഒരു പാവമാണ്. ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു പാവമാണ് കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന പാവം. വിശ്വാസികളുടെ ഇടയിൽ ഏറ്റവും അധികമായിട്ട് ഈ നാടുകളിൽ പിശാച് ഉപയോഗിക്കുന്നതായിരിക്കുന്ന പാവമായിട്ട് നമുക്കിതിനെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഈ പാപത്തെ കുറിച്ച് പൗലോസ് പറയുമ്പോൾ ഇത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പാണ്. ദുർനടപ്പ് തന്നെ വലിയ പാവമാണ്. എന്നാൽ ഇവിടെ കൊരിന്ത സഭയിൽ സംഭവിച്ചതായിരിക്കുന്ന ഈ പ്രത്യേകമായിരിക്കുന്ന ദുർനടപ്പിനെ കുറിച്ച് പറയുകയാണ്. ജാതികളിൽ ദുർനടപ്പുണ്ട്, എന്നാൽ ഇത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പാണ്. അതിന്റെ കാരണം ഒന്നാം വാക്യം വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നീട് നാം മുൻപോട്ട് വരുമ്പോൾ ഇതിനോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ കൊരിന്ത്യ സഭയുടെ പ്രതികരണം എന്തായിരുന്നു? ഇങ്ങനെ ഒരു പാപം അവരുടെ ഇടയിൽ, ഇങ്ങനെയല്ല നാം വായിക്കുന്നത്, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. ഒരു വ്യക്തിയാണ് പാപം ചെയ്തത്, പക്ഷെങ്കിൽ കൊരിന്ത്യ സഭയെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. കേൾക്കത്തക്ക നിലയിലേക്ക് അത് വളർന്നു എന്നുള്ളതാണ് അതിനകത്ത് ഒരു പ്രധാന വിഷയം. പലപ്പോഴും ഈ പാപം പ്രാഥമിക ഘട്ടങ്ങളിൽ രഹസ്യമായിട്ട് മനുഷ്യർ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ കാലക്രമത്തിൽ ഇങ്ങനെയുള്ള പാപങ്ങൾ പുറത്തു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങളുടെ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു, ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നു പോലും ഈ പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അത് ജാതികൾ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. എന്നിട്ടും ഈ പാപത്തോടുള്ള ബന്ധത്തിൽ എന്തായിരുന്നു കൊരിന്ത്യ സഭയുടെ പ്രതികരണം, അല്ലെങ്കിൽ എന്താകണമായിരുന്നു കൊരിന്ത്യ സഭയുടെ പ്രതികരണം? അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, രണ്ടാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? എന്നിട്ടും നിങ്ങൾ അഹങ്കരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ എന്തോ വലിയ കാര്യം പോലെയാണ് തോന്നുന്നത്. കൊരിന്ത്യ സഭയുടെ പശ്ചാത്തലമൊക്കെ പല പ്രാവശ്യം നാം ചിന്തിച്ചതാണ്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് അവര് വന്നത്. 6-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ദുർനടപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉള്ളവരുടെ ഇടയിൽ നിന്ന് മുൻപോട്ട് വന്ന് കർത്താവിന്റെ കൃത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് സഭയുടെ അംഗങ്ങളായിട്ട് വിളിക്കപ്പെട്ടവരുടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ കൂട്ടമാണ് സഭ എന്ന് പറയുന്നത്. ആ സഭയിലേക്ക് വന്ന അവരുടെ ഇടയിൽ ഈ പാപം വന്നപ്പോൾ നാം വായിക്കുന്ന പോലെ എന്നിട്ടും നിങ്ങൾ അഹങ്കരിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇതൊക്കെ എന്തോ വലിയ കാര്യമായിട്ട് തോന്നുകയാണ്. ഈ സമയത്താണ് ലവോദിക്ക സഭ നമ്മുടെ മനസ്സിലേക്ക് ഞാൻ ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർഭാഗ്യനും അരിഷ്ടനും കുരുടനും എന്നും നഗ്നനുമെന്നും നീ അറിയാതെ ഇരിക്കുക. ഞാൻ നിനക്കത് അറിഞ്ഞുകൂടാ, നിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നിനക്ക് അറിഞ്ഞുകൂടാ. നീ ഇതിനകത്തൊക്കെ പ്രശംസിക്കുന്നവനായിട്ട് അഹങ്കരിക്കുന്നവനായിട്ട് എന്നിട്ടും നിങ്ങൾ അഹങ്കരിച്ചിരിക്കുന്നു. മാത്രമല്ല നിങ്ങൾ ദുഃഖിക്കുന്നില്ല. അങ്ങനെയാണ് 2-ാം വാക്യത്തിൽ വായിക്കുന്നത്. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടില്ല. വാസ്തവത്തിൽ എന്തായിരിക്കണമായിരുന്നു അവരുടെ പ്രതികരണം? ദുഃഖം അവർക്കുണ്ടാകണമായിരുന്നു. സഭയിൽ ഒരു വ്യക്തി ഈ നിലയിലുള്ളതായിരിക്കുന്നത്, ഈ നിലയിലുള്ള പാപമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പാപത്തിലോ അകപ്പെട്ടാൽ അത് ശ്രദ്ധിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് നിസ്സാരമായി തള്ളിക്കളയുവാനായിട്ടല്ല, അത് കാണുമ്പോൾ അതിൽ അഹങ്കരിക്കുവാനായിട്ടല്ല, ദുഃഖിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന്റെ ഈ അടുത്ത സമയത്തൊക്കെ നാം ഈ റോഡില് പുതിയ റോഡുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു ബോർഡ് എഴുതി വെക്കും, ജനങ്ങൾ കാഴ്ചക്കാരല്ല. കണ്ടിട്ടുണ്ടോ? ജനങ്ങൾ കാഴ്ചക്കാരല്ല, സംരക്ഷകരത്ര. ഈ അടുത്ത കാലത്ത് ഉള്ളൊരു പരിഷ്കാരം അത്. പലർക്കും ബോർഡുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുള്ളതായിട്ടുണ്ട്. ജനങ്ങൾ കാഴ്ചക്കാരല്ല, സംരക്ഷകർ. സഭയുടെ കാഴ്ചക്കാരായിട്ട് നാം ഈ ഭാഗം വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ്, സഭയിലെ കാഴ്ചക്കാരായിട്ട് നാം തീരാനായിട്ട് പാടില്ല, സഭയുടെ സംരക്ഷകരായിട്ട് നാം തീരണം. സഭയിൽ എന്തെങ്കിലും ഉള്ളതായിരിക്കുന്ന പുഴുക്കുത്തുകൾ കണ്ടാൽ അത് കണ്ടില്ല എന്ന് നടിച്ച് യാതൊരുമായിരിക്കുന്ന മനസ്സിൽ യാതൊരുമായിരിക്കുന്ന ചലനവും ഉണ്ടാക്കാതെ മുൻപോട്ട് പോയാൽ അധികം താമസിയാതെ ആ സഭ ഇല്ലാതെയാകും എന്നുള്ളത് നാം വിശേഷമായി ഓർമ്മിക്കേണ്ടത് ആവശ്യമാണ്. എന്നിട്ടും 2-ാം വാക്യത്തിൽ എന്നിട്ടും നിങ്ങൾ അഹങ്കരിച്ചിരിക്കുന്നു. ഈ ദുഷ്കർമ്മം ചെയ്തവരെ നിങ്ങളുടെ നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടില്ല. 6-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ നിങ്ങളുടെ പ്രശംസ നന്നല്ല, ഇവർക്ക് അഹങ്കാരമാണ്. ഇതൊക്കെ കാണുമ്പോഴും അവർ അഹങ്കരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോഴും അവർക്കൊരു ദുഃഖവും ഉണ്ടാകുന്നില്ല. മാത്രമല്ല അവർ
പ്രശംസിക്കുകയാണ് ഈ കാര്യങ്ങളിലൊക്കെ. നമ്മുടെ സഭകളെ കുറിച്ചൊക്കെ വ്യക്തമായ നിലയിൽ കാഴ്ചപ്പാടുള്ളവരായിട്ട് നാം തീരണം. അങ്ങനെ ആകുന്നില്ല എങ്കിൽ അടുത്തൊരു തലമുറ, നമുക്കപ്പുറം ഒരു തലമുറ നമ്മുടെ സഭകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. സഭകൾ ആത്മീയമായി വളരുകയും കർത്താവ് വരുവാൻ താമസിക്കുന്നുവെങ്കിൽ, സഭകൾ നിലനിൽക്കുകയും ചെയ്യണമെങ്കിൽ സഭകളെ കുറിച്ചുള്ളതായിരിക്കുന്ന അല്ലെങ്കിൽ സഭയിൽ സംഭവിക്കുന്ന പാപത്തിന്റെ അവസ്ഥകളെ കുറിച്ചുള്ള ചിന്ത, അതിൽ നാം ദുഃഖിക്കുന്നവരായിരിക്കണം, അതിന് പരിഹാരം വരുത്തുവാൻ ശ്രമിക്കുന്നവരായിരിക്കണം. കണ്ടില്ല എന്ന് നടിച്ച് നാം മുൻപോട്ട് പോയാൽ അങ്ങനെയുള്ള സഭകളൊന്നും നിലനിൽക്കുവാൻ വേണം സാധ്യതയില്ല എന്നുള്ള സത്യം നാം മനസ്സിലാക്കണം. ഈ രണ്ട് വാക്യങ്ങളാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ച് അവസാനിപ്പിച്ചത്. മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് എന്താണ് ഈ മനുഷ്യനോട് ചെയ്യാനായിട്ട് പറയുന്നത് എന്നുള്ളതാണ് 3, 4, 5 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ വാക്യങ്ങളൊന്ന് വായിക്കാം. 3, 4, 5 വാക്യങ്ങൾ. ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടത് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. ഇവിടെ പൗലോസ് സഭയോട് പറയുന്നതായിരിക്കുന്ന കാര്യം, നിങ്ങൾ എന്ത് ചെയ്യണം? ഞാനോ ശരീരം കൊണ്ട്, തന്റെ അവസ്ഥയാണ് താൻ ആദ്യം പറയുന്നത്. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച്, ആ വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ അവൻ ചെയ്തത് ദുഷ്കർമ്മമാണ്. 11ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ദുഷ്ടനെ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയൊക്കെ വാക്കുകൾ ഉപയോഗിക്കാമോ എന്ന് നാം ചിന്തിക്കും. പക്ഷെങ്കിൽ നാം പിന്നെയും ചിന്തിക്കണം, പൗലോസ് ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ആരുടെ സ്ഥാനത്ത് നിന്നാണ് ഉപയോഗിക്കുന്നത്? ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് മകനെ ശകാരിക്കുന്നത് പോലെയാണ് നാം അതിനെ കണക്കാക്കേണ്ടത്. ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനാണ് എങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനാണ്. നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ, ക്രിസ്തുവിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വിധി അല്ല ഇവിടെ പറയുന്നത്. കർത്താവിന്റെ നാമത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് ഈ വിധി പറയുന്നത്. വിധി പറയുമ്പോൾ പൗലോസിന്റെ മനസ്സാക്ഷി വളരെ ശുദ്ധമാണ്. ഈ വ്യക്തി എന്തായി തീരണം എന്നുള്ളതായിരിക്കുന്ന വ്യക്തമായിരിക്കുന്ന മുൻകാഴ്ച പൗലോസിനുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് താൻ ഈ വിധി കൽപ്പിക്കുന്നത് എന്നുള്ള ചിന്ത പൗലോസിനുണ്ട്. നാം പിന്നീട് മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പൗലോസ് പറയുകയാണ്, ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നതിനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് നിങ്ങളും എന്റെ ആത്മാവ് നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യണം? 5ാം വാക്യം, ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. ഈ വാക്യം നമ്മളൊക്കെ അനേക നാളുകളായിട്ട് വായിക്കുന്ന വാക്യമാണ്. ഞാനും അനേക പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിത് മനസ്സിലാക്കിയിരുന്ന രീതിയിലല്ല ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒറ്റ വാക്യം അങ്ങനെ വായിച്ചാൽ നമുക്ക് തോന്നും ഈ മനുഷ്യനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് ജഡസംഹാരം എന്നുള്ള വാക്ക് പലപ്പോഴും ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞവനെ കൊല്ലാനായിട്ട് സാത്താനെ ഏൽപ്പിച്ചു എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതിന് ബോധപരമായിട്ട് പലപ്പോഴും ചിന്തിക്കുന്ന വേറൊരു വാക്യമാണ്. കർത്തൃമേശയെ കുറിച്ച് പറയുമ്പോൾ ഇത് ഹേതുവായി അനേകരും നിദ്ര കൊള്ളുന്നു എന്നൊരു വാക്യം. എന്നാൽ ഇവിടെ നാം ചിന്തിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് വ്യത്യസ്തമായ, ഇപ്പോൾ പഠിക്കുമ്പോൾ വ്യത്യസ്തമായ നിലയിലാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടും. ഈ പാപം ചെയ്തതിന്റെ ആത്മാവ്, കാരണം എന്തുകൊണ്ടാണ്? ഇവൻ രക്ഷിക്കപ്പെട്ടവനാണ്. വാസ്തവത്തിൽ ഇവൻ രക്ഷിക്കപ്പെട്ടവനാണ്. ഇവൻ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവനാണ്. പക്ഷേ അവന്റെ ജീവിതത്തിൽ മാലിന്യങ്ങൾ ഉണ്ടായി. ഇവൻ രക്ഷിക്കപ്പെട്ടവനായതുകൊണ്ട് നമ്മൾ വായിക്കുന്ന പോലെ ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടും. ഇവിടെ എന്നാ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് ക്രൈസ്തവ ലോകത്ത് രക്ഷഭദ്രമാണെന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന, എന്റെ അറിവില്, എനിക്ക് അറിയത്തില്ല വേറെ ആരുള്ളത്, പക്ഷെ ബാപ്റ്റിസ്റ്റുകാർ കാണുമായിരിക്കും അല്ലേ? ഉണ്ട്. എന്നാൽ മറ്റു വിഭാഗങ്ങളൊക്കെ പാപം ചെയ്താൽ രക്ഷ നഷ്ടപ്പെടും വിശ്വാസിയാണെങ്കിലും എന്ന് വിചാരിക്കുന്നവരാണ്. അത് തെറ്റായ ഉപദേശമാണെന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
രക്ഷ ഭദ്രമാണ്, രക്ഷ എന്തായാലും ഭദ്രമാണ്. പക്ഷെങ്കിൽ അതിന്റെ ശിക്ഷ പല നിലയിലും നാം ഈ ലോകത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും. ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടും. അല്ലെങ്കിൽ നാം രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന വാക്കിന് അതിന് അർത്ഥമില്ല. വാസ്തവത്തിൽ രക്ഷ നഷ്ടപ്പെടുമായിരുന്നു. ഇന്ന് നാം രക്ഷിക്കപ്പെട്ടു, നാളെ ഒരു പറഞ്ഞത് നാളെ നമ്മുടെ രക്ഷ അവസാനിച്ചു, വീണ്ടും നാം കർത്താവിനോട് പറയുമ്പോൾ നമുക്ക് രക്ഷ കിട്ടി എന്ന് പറഞ്ഞാൽ അവസാന ദിവസം കർത്താവ് വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ മരണത്തിന്റെ അവസാന ദിവസം നാം എങ്ങനെയായിരിക്കുമോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള അതിനെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും നമ്മുടെ രക്ഷ. പക്ഷേ അത് തെറ്റായ ഉപദേശമാണ്. വിശേഷിച്ചും ബ്രദറൻ സഭാ വിഭാഗം അതിൽ നാമപ്പെട്ട് നിൽക്കുന്ന സമൂഹം ഏറ്റവും അധികമായിട്ട് ഉറച്ചു നിൽക്കുന്നതായിരിക്കുന്ന ഒരു ഉപദേശ വിഷയമാണ് രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്നത്. കർത്താവ് തന്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും കൈവിടുന്നില്ല. അവന്റെ മകയായിട്ട് തീർന്നാൽ, വീണ്ടും ജനിച്ച് ദൈവമകനായിട്ട് തീർന്നാൽ, ഒരപ്പന്റെ മകൻ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പന്റെ മകനാണ്. നിത്യജീവനാണ് നമുക്ക് ലഭിക്കുന്നത്. ആ വാക്യം തന്നെ ഉണ്ട്. നമ്മുടെ രക്ഷ നഷ്ടപ്പെടുന്നതല്ല. ഞാൻ ഈ വാക്യം ഇവിടെ ഈ വിഷയം വന്നതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞുകൊണ്ടേ ഉള്ളൂ. ഇതല്ല നമ്മുടെ പ്രധാന വിഷയം. ആത്മാവ് കർത്താവായ യേശുവിനാണ് രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിന്, അപ്പൊ മരണം അല്ലെങ്കിൽ പിന്നെ എന്താ അത്? ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം എന്ന് വിളിച്ചിരിക്കുന്നു. ജഡസംഹാരത്തിനായി, ജഡത്തിന്റെ സംഹാരം എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് മരണമല്ല എന്ന് പറയാനായിട്ട് 2-3 വാക്യങ്ങൾ നമുക്ക് അതിനോട് ചേർന്ന് ചിന്തിക്കാം. 1 തിമോഥെയോസ് 1:19-20. 1 തിമോഥെയോസ് 1:19-20 വാക്യങ്ങൾ. അവിടെ 2 പേരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1 തിമോഥെയോസ് 1:19-20. ചിലർ നല്ല മനസ്സാക്കി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു. ഹുമേയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു. അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ നമുക്ക് ഇവിടെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ഇവിടെ 5-ാം അധ്യായത്തിൽ നാം വായിച്ചു ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണമെന്ന് വിധിച്ചു. ആത്മാവ് കർത്താവായ യേശുവിനാൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിച്ചു. ഇവിടെ സാത്താനെ ഏൽപ്പിച്ചതിനാണ് അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇത് കേവലം ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കർത്താവിനെതിരായിട്ട് പോകുന്ന വിശ്വാസികളെ മാത്രമല്ല സാത്താനെ ഏൽപ്പിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിനോടുള്ള ബന്ധത്തില് നാം അവിടെ പറഞ്ഞൊരു വാക്യം എന്താ? നിഗളിച്ചു പോകാതിരിക്കാൻ ജഡത്തിൽ എനിക്കൊരു ശൂലം നൽകിയിരിക്കുന്നു, എന്നെ കുത്തുവാൻ ആരെ ഏൽപ്പിച്ചേക്കുന്നത്? സാത്താന്റെ ദൂതനെന്താണ്. യോബിന്റെ കാര്യത്തില് നാം നോക്കുക. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഈ സംഭവം കേവലം വിശ്വാസികളായിരിക്കുന്ന മനുഷ്യർ പാപം ചെയ്യുമ്പോൾ മാത്രമല്ല സംഭവിക്കുന്നതെന്ന് പറയാനായിട്ടാണ്. ഇവിടെ ബെലിയോസിനെയും അലക്സാണ്ടറിനെയും സാധാരണ ഏൽപ്പിച്ചു എന്തിനാ? അവർ ദൂഷണം പറയാതിരിക്കാനായിട്ട്. നാം 1 കൊരിന്ത്യർ വായിച്ചപ്പോൾ ആ ഉന്നടപ്പുകാരനെ സാധാരണ ഏൽപ്പിക്കാൻ പറഞ്ഞു. എന്തിനാ? ആത്മാവ് രക്ഷിക്കപ്പെടണം, കർത്താവിന്റെ നാൾ രക്ഷിക്കപ്പെടണം. യോബിന്റെ പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ യോബ് വളരെ നല്ല മനുഷ്യനായിരുന്നു, അല്ലെ? യോബ് വളരെ നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ സാത്താൻ വന്ന് കർത്താവ് ദൈവത്തോട് അനുവാദം ചോദിച്ചു. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ, 8-9 വായിക്കണമെന്നില്ല. അവിടുത്തെ നമുക്കറിയാം ആ സംഭവം. അതിന്റെ 14-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിക്കുക. ഒരു ദൂതൻ അവരുടെ 14 മാത്രം വായിച്ചാൽ 11 മാത്രം വായിച്ചാൽ മതി. കൈ നീട്ടി അവരുടെ മുഖത്തെ ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി തെറ്റിച്ചു പറയുന്ന ഉത്തരം. 12-ാം വാക്യങ്ങൾ. ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെ നിന്റെ കയ്യിൽ ഇരിക്കുന്നു, അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കണ്ടു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് ഇവിടെ ദൈവത്തോട് സാത്താൻ അനുവാദം ചോദിച്ച് വാങ്ങിക്കുന്നത് ഭക്തനായ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുവാൻ വേണ്ടിയിട്ടാണ്. ദൈവം അതിന് അനുവാദം കൊടുത്തു എന്നാണ് നാം കാണുന്നത്. അവനുള്ളതെന്ന് പറയുമ്പോൾ അവിടെ വലിയൊരു സമ്പത്ത് യോബിനുണ്ടായിരുന്നു. അവിടെ മൃഗസമ്പത്ത് അവനുണ്ടായിരുന്നു. എല്ലാ തരത്തിലുമായിരിക്കുന്ന സമ്പത്തുകളൊക്കെ അവനുണ്ടായിരുന്നു. സാത്താൻ ദൈവത്തിന്റെ അനുവാദം ചോദിച്ചു അവനുള്ളതൊക്കെയും ഒന്ന് തൊടുവാനായിട്ട്. 12-ാം വാക്യത്തിൽ ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു. അപ്പൊ അവൻ ഒരു കാര്യം പറഞ്ഞ അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്ത് അവന്റെ ശരീരത്തെ നീ തൊട്ടതെന്ന്. സാധാരണ ഇടം കൊണ്ട് തൃപ്തനായോ? ഇതെല്ലാം തൊട്ടതിന് ശേഷം പിന്നെന്താ? സാധാരണ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
ഇതുകൊണ്ടൊന്നും ഈ യോബിനെ വീഴ്ത്താനായിട്ട് ആത്മീയമായിട്ട് വീഴ്ത്തുവാനായിട്ട് പിശാചിന് സാധിച്ചില്ല. പിശാച് അടുത്ത തന്ത്രവുമായിട്ടാണ് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2-ന്റെ 4-ാമത്തെ വാക്യം 5-ാമത്തെ വാക്യത്തില് ഇവനവർ നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസവും കൊടുക്കാം, അവൻ നിന്നെ മുഖത്ത് നോക്കി തെറ്റിച്ച് പറയുന്നത്. അതിന്റെ തൊട്ടുള്ള വാക്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന വാക്യങ്ങളുണ്ട്. അതിന്റെ സമയത്തിന് കുറവുകൊണ്ടാണ് അത് വായിക്കേണ്ട ഞാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം അവനുള്ളതൊക്കെയും തൊടാനായിട്ട് ദൈവസാത്താൻ അനുവാദം കൊടുത്തു. അപ്പൊ അതുകൊണ്ട് യോബിന്റെ മേൽ യാതൊരു വിധമായിരിക്കുന്ന പ്രയോജനവും ലഭിക്കുവാൻ തക്കവണ്ണം പിശാചിനിടയായിരുന്നു. അപ്പൊ പിശാചി എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, ഇനി അവന്റെ മേൽ തൊടാനായിട്ടുള്ള അനുവാദം. അതാണ് ഇവിടെ ചോദിക്കുന്നത്. നിന്റെ കൈനീട്ടി അവന്റെ അസ്ഥിയും മാംസവും തൊടുക, നിന്റെ മുഖത്ത് നോക്കി തേച്ച് പറയുന്ന പറഞ്ഞു. യഹോവ സാത്താനോട് 6-ാമത്തെ വാക്യം 2-ന്റെ 6 യഹോവ സാത്താനോട് ഇതാ അവൻ നിന്റെ കയ്യിൽ ഇരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തുടരുത് എന്ന് പറഞ്ഞു. ഇതാ അവൻ നിന്റെ കയ്യിൽ ഇരിക്കുന്നു. ഇപ്പൊ എന്തൊക്കെയായി? അവനുള്ളതൊക്കെയുമായി അവൻ നിന്റെ കയ്യിലായി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു, അവന്റെ പ്രാണനെ മാത്രം തുടരുത്. ദൈവം അനുവാദം കൊടുത്തതായി സാത്താൻ ഈ യോബിന് ഉള്ളതൊക്കെയും തൊടുവാൻ, യോബിന് ശരീരത്തെ തൊടുവാൻ ഒക്കെ അനുവാദം കൊടുത്തു. നാം പിന്നീട് വായിക്കുമ്പോൾ അതിന്റെ 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വാസ്തവത്തിൽ ആരാ ജയിച്ചത് നമ്മൾ കാണാനായിട്ട് സാധിക്കും. ഈ യുദ്ധത്തിൽ 42-ാം അധ്യായം, യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 5-6 അധ്യായങ്ങൾ. ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നു, ഇപ്പോഴോ നിന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. നോക്കുക, യോബിന്റെ മനോഭാവം എവിടെ പോയെന്നുള്ളത് നോക്കിയാട്ട് ആത്മീയതല എവിടേക്ക് പോയി നാം വായിക്കുന്നത്. ഇപ്പോഴോ ഞാൻ നിന്നെ കുറിച്ച് കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുതെ മുടിയിലും ചാരത്തിലും കിടന്ന് ഭക്തനായ യോബ് ഭക്തനാണെന്നാണ് 1-ാം അധ്യായത്തിൽ വായിക്കുന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ കാര്യം, അനുഭവിക്കുവാൻ ചില കാര്യങ്ങൾ അവന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. സാത്താന് വിചാരിച്ചു കാണും ഇതുകൊണ്ടൊക്കെ യോബിനെ നശിപ്പിക്കുവാനായിട്ട് സാധിക്കും. ദൈവം അനുവാദം കൊടുത്തു. സാത്താന് അവനുള്ളതൊക്കെയും തൊട്ടു, അവനെ തൊട്ടു, അവന്റെ പ്രാണനെ മാത്രം തൊടുവാൻ തക്കവണ്ണം സാധിച്ചില്ല. ഞാൻ പറഞ്ഞത് ഇത് കേവലം വിശ്വാസികളോടുള്ള അല്ലെങ്കിൽ നല്ല വിശ്വാസികളോടുള്ള ബന്ധത്തിൽ മാത്രമല്ല ദൈവം ചിലപ്പോൾ പിശാചിന് അനുവാദം കൊടുക്കുന്നത്. നാം ഈ ഭാഗത്ത് വായിക്കുമ്പോൾ ഒരു ദുർനടപ്പുകാരനെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ നിലയിൽ സാത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ജഡസംഹാരത്തിനായി. എന്താ അർത്ഥം? ജഡസംഹാരം, ജഡത്തെ സംഹരിക്കണം എന്ന് പറഞ്ഞാൽ അവനിലുള്ള ജഡീക സ്വഭാവത്തെ. ഹുമനയോസിനെയും അലക്സാണ്ടറിനെയും തിമോഥെയോസിനെയും നാം വായിച്ചപ്പോൾ അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് സാത്താനെ ഏൽപ്പിച്ചു. ഇവിടെ നാം വായിക്കുമ്പോൾ അവന്റെ ജഡത്തെ സംഹരിക്കണം. ഈ ദുർനടപ്പെന്ന് പറഞ്ഞാൽ എന്തിന്റെ സ്വഭാവമാണ്? ജഡത്തിന്റെ സ്വഭാവം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം നോക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ഗലാത്യർ 5:19. ജഡത്തിന്റെ പ്രവൃത്തികളോ എന്തൊക്കെയാണ്? ദുർനടപ്പ്. അവിടെ ആദ്യത്തെ വിഷയം ദുർനടപ്പാണ്. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇത് ജഡത്തിന്റെ പ്രവൃത്തിയാണ്. അപ്പോൾ ഈ ദുർനടപ്പുകാരനെ സാത്താനെ ഏൽപ്പിക്കുന്നത് ഇവന്റെ ജഡം നശിപ്പിക്കണം, ജഡിക സ്വഭാവം നശിപ്പിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ആത്മാവ് കർത്താവിന്റെ നാട് രക്ഷിക്കപ്പെടണം. ഇവൻ ജഡത്തിന്റെ സ്വഭാവം നശിച്ച് അല്ലെങ്കിൽ ജഡിക സ്വഭാവം ഇല്ലാതെയായി മടങ്ങി വരണം. നമുക്ക് ആ വിഷയം പഠിക്കുമ്പോൾ നമുക്ക് കുറെ കൂടെ അത് വ്യക്തമാകും. 24-ാമത്തെ വാക്യം വായിക്കും. ഗലാത്യർ 5:24. ക്രിസ്തുവേശുവിനുള്ളവരുടെ ശരിയായ സ്വഭാവം എങ്ങനെയാണ്? അവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ദൂഷിക്കണം. പറഞ്ഞാൽ എന്താ? ജഡത്തെ മരിപ്പിക്കണം, ജഡത്തെ കൊല്ലണം. അങ്ങനെയുള്ളവരാണ് വാസ്തവത്തിൽ ക്രിസ്തുവേശുവിനുള്ളവർ. അങ്ങനെ ആയിരിക്കണം. ഇനി അങ്ങനെയുള്ളവർ ജഡത്തെ മരിപ്പിക്കുന്നില്ല എങ്കിൽ ഇവിടെ നാം വായിക്കുന്നത് പോലെ ജഡത്തെ സംഹരിക്കുവാൻ സാത്താനെ ഏൽപ്പിക്കും. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിക്കേണ്ടുന്നവരാണ് ക്രിസ്തുവേശുവിനുള്ളവർ. ഈ ദുർനടപ്പുകാരൻ അത് സാധിക്കുന്നില്ല. ആ സമയത്താണ് ഇവിടെ നാം വായിക്കുന്നത്. നാം ആ അർത്ഥത്തിൽ വേണം ഇത്. അങ്ങനെയല്ലേ? എനിക്കെങ്ങനെയാ മനസ്സിലായത്?
അതിന്റെ കാരണം ഞാൻ നിങ്ങളോട് പറയാം. ആത്മാവ് കർത്താവായ യേശുവിന്റെ നാം രക്ഷിക്കപ്പെടേണ്ടത് ജഡസംഹാരത്തിനായി സാത്താന് ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. ജഡത്തിൽ ശിക്ഷ വഹിക്കണം. ജഡത്തിൽ ഇപ്പം യോബിനെ അവൻ പാപം ചെയ്തിട്ടായിരുന്നില്ല വാസ്തവത്തിൽ, പക്ഷേ അവൻ ജഡത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു. ഈ ഹുമനയോസിനും അലക്സാണ്ടറിനും എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്താ ഇതിനു വേണ്ടിയിട്ടാണ് അവൻ വിനയപ്പെടണം. ഈ ജഡത്തിൽ പിശാച് പൗലോസിനെ നിഗളിച്ചു പോകാതിരിക്കാൻ സാത്താനെ കൊണ്ട് കുത്തുവാനായിട്ട് ദൈവം ഏൽപ്പിച്ചു. എന്തായിരുന്നു കുത്തൽ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ വ്യക്തമായിട്ട്. പൗലോസിന്റെ ജീവിതത്തിൽ ശാരീരികമായിരിക്കുന്ന ചില അനുഭവങ്ങളും വിഷമതകളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കണ്ണിന് പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നവരുണ്ട്. അതിനുള്ള വാക്യമുണ്ട്. എന്തായിരുന്നാലും പൗലോസിനും ജഡത്തിൽ ശൂലമുണ്ടായിരുന്നു. അത് സാത്താൻ ആണ് ആ ശൂലം ഉപയോഗിച്ചിരുന്നത്. പക്ഷെ അതിന് ഒരു ദൈവീയ ഉദ്ദേശം ഉണ്ടായിരുന്നു. എന്താ? നിഗളിച്ചു പോകാതിരിക്കാനായിട്ട്. ഇത്രമാത്രം പറഞ്ഞതായി വിഷയം. ഇത്രമാത്രം വെളിപ്പാടുകൾ ലഭിച്ചതായിരിക്കുന്ന പൗലോസ് നിഗളിച്ചു പോകാതിരിക്കാൻ ജഡത്തിൽ ശൂലം കൊടുത്തു. ഇവിടെ ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ ജഡത്തിൽ അവൻ ഒരുപക്ഷെ സാത്താനാൽ കഷ്ടതകൾ അനേകം അനുഭവിച്ച് ദൈവം അതിന് അനുവാദം കൊടുത്തു. എന്നാൽ ഇവൻ മാനസാന്തരപ്പെട്ട് വന്നു എന്നുള്ളതാണ് അതിന്റെ റിസൾട്ട്. അതിന് പറയാനായിട്ടുള്ള കാര്യം 2 കൊരിന്ത്യരിൽ നാം വരുമ്പോൾ 2 കൊരിന്ത്യർ അതിന്റെ 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ 5 വാക്യം വായിച്ചാലും മതി. ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചു എങ്കിൽ അവൻ എന്നെയല്ല, ഒരു വിധത്തിൽ ഞാൻ കണക്കിൽ ഏറെ പറയരുതല്ലോ. നിങ്ങളെ എല്ലാവരെയും ദുഃഖിപ്പിച്ചു. അവനെ ഭൂരിപക്ഷത്താൽ ഉണ്ടായ ഈ ശിക്ഷ മതി. അവൻ അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത്. ഈ 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം ഈ ദുർനടപ്പുകാരനെ കുറിച്ചാണെന്നാണ് പൊതുവെ എല്ലാ വേദപണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഈ ഇവന് ജഡത്തിലുണ്ടായ ഈ ശിക്ഷ സാത്താനെ ജഡസംഹാരത്തിനായിട്ട് ഏൽപ്പിച്ചു. അവന്റെ മടങ്ങി വരവ് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി എന്ന് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. എങ്കിൽ അവൻ എന്നെ അല്ല ഒരു വിധത്തിൽ ഞാൻ കണക്കിലേറെ പറയുന്നല്ലോ. നിങ്ങളെ എല്ലാവരെയും ദുഃഖിപ്പിച്ചിരിക്കുന്നു. അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ഈ ശിക്ഷ മതി. അവൻ അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത്. 8-ാം വാക്യം, അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം അവന് ഉറപ്പിച്ചു കൊടുക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എന്തായിരുന്നു ശിക്ഷയുടെ ഉദ്ദേശം? പൗലോസിന്റെ മനസ്സിൽ എന്തായിരുന്നു ശിക്ഷയുടെ ഉദ്ദേശം? ഇവൻ യഥാസ്ഥാനപ്പെടണം. ഈ ചിന്തയിലാണ്. ഇത് കാണാതെ പോയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഇത് ആരും ശ്രദ്ധിക്കാതെ ഇരുന്നെങ്കിലോ, ഈ കേൾക്കുന്ന കാര്യങ്ങളിലൊക്കെ ഈ കൊരിന്ത്യർ ചെയ്തിരുന്ന പോലെ പ്രശംസിക്കുകയും അഹങ്കരിക്കുകയും ചെയ്ത് ദുഃഖിക്കാതെ അത് പോയിരുന്നെങ്കിലോ, അത് നാം തുറന്നു വരുന്നുണ്ട്. അസാരം പുളിമാവ് ഇന്നത്തെ മുഴുവൻ കുളിപ്പിക്കും. പക്ഷെങ്കിൽ ഇത് കേട്ടപ്പോൾ പൗലോസിന്റെ മനസ്സിൽ തോന്നിയതായിരിക്കുന്ന ഈ ചിന്ത, ദൈവം കൊടുത്തതായിരിക്കുന്ന ഈ ചിന്ത ഈ മനുഷ്യനെ നശിപ്പിക്കാനായിട്ടല്ല ഇടയായത്. അവൻ തിരിച്ചു വരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഈ 2 കൊരിന്ത്യർ നാം വായിക്കുമ്പോൾ വളരെ വ്യക്തമാണ് പൗലോസ് എന്തുകൊണ്ടാണ് അവനെ ഏൽപ്പിച്ചത്. പൗലോസ് ഇവിടെയും നാം ഓർക്കണം, ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ്. ഒരു പിതാവ് ഒരു മകനെ ശിക്ഷിക്കുമ്പോൾ ആ മകൻ നശിച്ചു പോകാനായിട്ട് ഒരിക്കലും ഒരു പിതാവ് ആഗ്രഹിക്കുകയില്ല. പിതാവിന്റെ മനസ്സിൽ എപ്പോഴും ആ മകൻ എങ്ങനെയെങ്കിലും നല്ലവനായിട്ട് വരണം, എങ്ങനെയെങ്കിലും അവൻ യഥാസ്ഥാനപ്പെടണം, അവനെ തെറ്റവൻ മനസ്സിലാക്കണം, അവൻ മടങ്ങി വരണം എന്നുള്ള ചിന്തയിലാണ് ഏത് പിതാവ്. ഞാൻ പറയുന്നത് ശരിയാണല്ലോ, അതിലൊക്കെ അറിയുള്ള ഇരിക്കുന്നത് മിക്കവരും പിതാക്കന്മാരാണ്. അങ്ങനെയാണ് ഒരു അപ്പൻ മകനെ ശിക്ഷിക്കുന്നത്. പൗലോസ് ഇവിടെ ശിക്ഷിക്കുന്നതും ഇതേ ചിന്താഗതികൾ കൊണ്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ഈ ശിക്ഷ മതി. അവൻ അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം ഉറപ്പിച്ചു കൊടുക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നമ്മുടെ മക്കളെ ശിക്ഷിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ദുഃഖവും മനസ്താപവും ഒക്കെ കണ്ടാൽ ഏത് പിതാവിന്റെ മനസ്സ് അലിയും. പക്ഷെ എനിക്ക് വിചാരിക്കുന്നു അമ്മയെക്കാൾ ചിലപ്പോൾ പക്ഷേ പെട്ടെന്ന് അറിയുന്നത് അപ്പന്റെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ എന്ന് പറയാനായിട്ടുള്ള കാരണം. ഞാൻ പറഞ്ഞത് ഏത് പിതാവും മക്കളെ ശിക്ഷിക്കുമ്പോൾ ഈ മനോഭാവത്തോടെയാണ് ശിക്ഷിക്കുന്നത്. സഭയിൽ ശിക്ഷണ നടപടികൾ ഉണ്ടാകുമ്പോഴും ഇതേ മനോഭാവമായിരിക്കണം സഭയ്ക്ക്, സഭയിലെ ചുമതലപ്പെട്ടവർക്ക് ഉണ്ടാകേണ്ടത്.
ശിക്ഷണ നടപടികൾ എടുക്കുന്ന സമയത്ത് ഇവിടെ നാം വായിക്കുന്ന പോലെ അവൻ അതിദുഃഖത്താൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടത് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം അവൻ ഉറപ്പിച്ചു കൊടുക്കാൻ പൗലോസിന്റെ ആഗ്രഹം ഇവൻ യഥാസ്ഥാനപ്പെടണം, ഇവൻ മടങ്ങി വരണം, ഇവൻ സഭയിൽ കൂടുതൽ പ്രയോജനമുള്ളവനായിട്ട് തീരണം എന്ന ഉദ്ദേശത്തിലാണ് പൗലോസ് ഈ വാക്കുകൾ പറയുന്നത്. ആത്മാവ് കർത്താവിന്റെ നാളിൽ, കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം എന്ന് വിളിച്ചിരിക്കുന്നു. 6 മുതലുള്ള വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം. 6 തൊട്ട് 6, 7, 8 വാക്യങ്ങൾ. നിങ്ങളുടെ പ്രശംസ നന്നല്ല. അസാരം കുളിമാവ് പിണ്ടത്തെ മുഴുവൻ കുളിപ്പിക്കുന്നുവെന്ന് അറിയുന്നില്ല. നിങ്ങൾ കുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കോണം പുതിയ പിണ്ടം ആകേണ്ടതിന് പഴയ കുളിമാവിനെ നീക്കിക്കളഞ്ഞു. നമ്മുടെ പ്രസാദുജാടും അർക്കപ്പെട്ടിരിക്കുന്നത് ആകയാൽ നാം പഴയ കുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയും ആയ കുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ വെളുപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആകുന്നു. പലപ്പോഴും നമ്മൾ ആരാധനയ്ക്ക് നാം ചിന്തിക്കാറുള്ള ഒരു വേദഭാഗമാണിത്. അതിൽ പ്രത്യേകിച്ചും അതിന്റെ 7-ാം വാക്യത്തിന്റെ അവസാന ഭാഗം ആരാധനയോടുള്ള ബന്ധത്തിൽ വളരെ പ്രാധാന്യമുള്ള വാക്യമാണ്. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു വാക്യമാണ്. നമ്മുടെ പെസഹ കുഞ്ഞായിട്ട് മറക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തു തന്നെ. എന്നാൽ അതേസമയം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അതിന്റെ പിന്നീട് നാം വായിക്കുമ്പോൾ അതിന്റെ 8-ാം വാക്യം നാം വായിക്കുമ്പോൾ ആകയാൽ നാം പഴയ കുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ കുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ കുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം. ഈ ഉത്സവം ആചരിക്കുക എന്ന് പറയുന്ന വാക്കുകൾ കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ തെറ്റിദ്ധരിക്കുന്നവരുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ആരാധനയ്ക്ക് പലപ്പോഴും പറയുമ്പോൾ പെസഹ കുഞ്ഞാട് അർഹപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിന് വളരെ സത്യമായ വാക്കാണ്. നമ്മുടെ ആരാധനയോടുള്ള ബന്ധത്തിൽ വളരെ ബന്ധപ്പെട്ട വാക്ക്. എന്നിട്ട് അതിന്റെ അടുത്ത വാക്യം ആകയാൽ നാം പഴയ കുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ കുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ കുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക എന്ന് പറയുന്നത് അത് കർത്തൃമേശയാണെന്ന് ചിന്തിക്കുന്ന എന്തെങ്കിലും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് കർത്തൃമേശ അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവിടുത്തെ വിഷയം കർത്തൃമേശയല്ല, പിന്നെന്താ? ജീവിതമാണ് വിഷയം, അല്ലെ? വിശുദ്ധ ജീവിതമാണ് ഇവിടുത്തെ വിഷയം. ഇവിടെ കുളിപ്പില്ലായ്മ കൊണ്ട് ഉത്സവം ആചരിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ വിശുദ്ധ ജീവിതത്തെയാണ് കാണിക്കുന്നത്. അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവമേ സഹായിക്കട്ടെ. ഈ വാക്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ, ദൈവാത്മാവിനാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. നാം ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുകയാണ്. പെസഹ കുഞ്ഞാട് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പഴയ നിയമത്തിലേക്ക് ഈ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുമ്പോൾ പുറപ്പാട് പുസ്തകം 12, 13 അധ്യായങ്ങളിൽ നമുക്ക് ഈ വിഷയങ്ങൾ കാണുന്നുണ്ട്. ഇസ്രായേലിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെടുന്നതായിരിക്കുന്ന അവസരത്തില് ഏറ്റവും അവസാനമായിട്ട് അവർക്കുണ്ടായിരുന്ന ബാധ കടിഞ്ഞൂൽ സംഹാരമായിരുന്നു. ഇസ്രായേലിലെ എല്ലാ ഭവനങ്ങളിലും കടിഞ്ഞൂൽ സംഹാരം നടക്കുന്ന സമയത്ത് ദൈവം ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, കടിഞ്ഞൂൽ സംഹാരം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കുഞ്ഞാടിനെ അറക്കണം. ആബീബ് മാസം 10-ാം തീയതി ഒരു ആടിനെ എടുക്കണം. ആബീബ് മാസം 1-ാമത്തെ മാസമാണ്. 10-ാം തീയതി ഒരു ആടിനെ എടുക്കണം. ഊനമില്ലാത്തതായിരിക്കണം. 1 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആടായിരിക്കണം. ഈ ആടിനെ കൊണ്ടുവന്ന് 14-ാം തീയതി വരെ, 14 വരെ അതിനെ സൂക്ഷിക്കണം. 14-ാം തീയതി ഇതിനെ കൊല്ലണം. കൊന്നിട്ട് അതിന്റെ രക്തം കടളക്കാലിന്മേലും ഒക്കെ ഇറക്കണം. ഒരു കാര്യം കൂടെ ചെയ്യണം. അന്ന് തൊട്ട് 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. പുളിപ്പില്ലായ്മയുടെ ഉത്സവമാണ് പെസഹ എന്ന് പറയുന്നത്. ആണ്ടിൽ 7 ദിവസം എല്ലാ ഇസ്രായേലിലും എല്ലാ വർഷവും ഇത് ആചരിച്ച് വരുന്നുണ്ട്. അന്നും ഇന്നുമുള്ള യഹൂദന്മാർ ഇത് ആചരിക്കാറുണ്ട്. എന്താ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലുള്ള ബന്ധം? ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ വിശ്വാസ ജീവിതത്തിലേക്ക്, ഇസ്രായേൽ എന്ന് പറയുന്നത് അടിമത്തത്തെയാണ് കാണിക്കുന്നത്. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. ആകയാൽ എന്ത് ചെയ്യണം? നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടത. എന്താ പുളിമാവ് ഉദ്ദേശിക്കുന്നത്? ആ വാക്യത്തിലുണ്ട്. എന്താ പുളിമാവ്? എന്തുദ്ദേശത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്? 8-ാമത്തെ വാക്യത്തില് എന്താ പുളിമാവ്? തിന്മയും ദുഷ്ടതയുമായ പുളിമാവ്. അപ്പൊ നമുക്ക് മനസ്സിലാകണം, പുളിമാവ് എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്
എന്തിനെ കുറിച്ചാണ്? അശുദ്ധ ജീവിതത്തെ കുറിച്ചാണ്. തിന്മയും ദുഷ്ടതയുമായ പുളിമാവ്. കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് കർത്താവ് ഈ വാക്ക് പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും പുളിമാവ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. മത്തായി 6:16. അവരുടെ 16 സോറി 16-ന്റെ 6. എന്നാൽ യേശു അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവിൻ. പരീശന്മാരും സദൂക്യരും അവര് സമൂഹത്തിൽ ആത്മീയരെന്ന് സ്വയം കാണിക്കുന്നവരാണ്, പ്രദർശിപ്പിക്കുന്നവരാണ്. പക്ഷെ കർത്താവ് പറയുകയാണ്, പരീശന്മാരുടെയും സദൂക്യന്മാരുടെയും പുളിച്ചമാവ്. പുളിച്ചമാവ് എന്താണെന്ന് 1-5 അധ്യായത്തിൽ നാം കണ്ടു. തിന്മയും ദുഷ്ടതയുമാണ് പുളിച്ചമാവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 16-12 വരുമ്പോൾ 16-12 അവിടെ അങ്ങനെ അപ്പത്തിന്റെ പുളിച്ചമാവല്ല, പരീശന്മാരുടെയും സദൂക്യരുടെയും ഉപദേശം അത്രേ സൂക്ഷിച്ചുകൊള്ളുവാൻ അവൻ പറഞ്ഞു. അതുപോലെ ലൂക്കോസ് 12-ാം അധ്യായം നാം വായിക്കുമ്പോൾ കപടഭക്തി എന്ന പുളിച്ചമാവ്. പുളിച്ചമാവ് പലതരത്തിലാകാം, പുളിപ്പ് പലതരത്തില് ആകാനായിട്ട് സാധിക്കും. എന്തായിരുന്നാൽ തന്നെയും ഇത് പാപത്തെയാണ് കാണിക്കുന്നത്. തിന്മയും ദുഷ്ടതയുമായ പുളിമാവ്. ഇസ്രായേലിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെടുന്നതിന് മുമ്പ് ഈ പുളിപ്പില്ലാത്ത ഉത്സവം അവർ ആചരിക്കുമ്പോൾ മോശെ മുഖാന്തരം ദൈവം പറഞ്ഞു, 7 ദിവസം നിങ്ങളുടെ വീട്ടിൽ പുളിച്ചമാവ് കാണാനായിട്ട് പാടില്ല, നിങ്ങളുടെ അതിനകത്ത് എങ്ങും പുളിച്ചമാവ് കാണാനായിട്ട് പാടില്ല. നാം ഓർക്കേണ്ടതായ ഒരു വിഷയം. ഇവിടെ നാം വായിക്കുന്നത് പോലെ നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് ഉത്സവമാണ് നാം ഓർക്കേണ്ടതായിരിക്കുന്ന ഒരു വിഷയം. എന്തുകൊണ്ട് ദൈവം നമ്മെ കുറിച്ചൊരു വിശുദ്ധ ജീവിതം ആഗ്രഹിക്കുന്നു? നമ്മുടെ ഓർക്കേണ്ടത്, ഇസ്രായേലിന്റെ മധ്യത്തില് കേവലം ഒരു ആടിനെ കൊന്ന് ആണ് അവരുടെ വിടുതൽ ആരംഭിക്കുന്നത്. നമ്മോടുള്ള ബന്ധത്തിലോ നമ്മുടെ പെസഹ കുഞ്ഞാട് ക്രിസ്തുവാണ്. സ്വന്തം ജീവൻ നമുക്ക് നൽകി, സ്വന്തം രക്തം നമുക്ക് വേണ്ടി നൽകിയ ദൈവപുത്രനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിപ്പം നാം മനസ്സിലാക്കുമെങ്കിൽ നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുകയാണ് ക്രിസ്തു തന്നെ. അത് മുഖാന്തരമാണ് നമുക്ക് ഈ മിസ്രയീമിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുവാൻ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, നമ്മൾ വായിക്കുന്നത് പോലെ പുളിപ്പില്ലായ്മ കൊണ്ട് ഉത്സവം ആചരിക്കണം. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം കരുതേണ്ടതായിരിക്കുന്ന ഒരു കാര്യം. ദൈവം ഇസ്രായേലിനോട് പറഞ്ഞതുപോലെ നമ്മുടെ വീടിനകത്തും നമ്മുടെ അതിർക്കകത്തും പുളിപ്പില്ലായ്മ കൊണ്ട് ഉത്സവം ആചരിക്കുവാൻ നമ്മുടെ അനുദിന ജീവിതത്തിൽ സാധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ വായിച്ചത് നാം പഴയ പുളിമാവ് കൊണ്ടല്ല, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അങ്ങനെയുള്ളവനാണ് ഒരു വിശ്വാസി എന്ന് പറയുന്നത്. പഴയ പുളിമാവ് അവന്റെ ജീവിതത്തിലേക്ക് വരുവാനായിട്ട് പാടില്ല, തിന്മയും ദുഷ്ടതയും അവന്റെ ജീവിതത്തിലേക്ക് വരുവാനായിട്ട് പാടില്ല. എന്തുകൊണ്ട്? അവിടെ വായിക്കുന്ന പോലെ ക്രിസ്തു നമ്മുടെ പെസഹ കുഞ്ഞാടായിട്ട്. നാം ഓർക്കാറുണ്ടോ ഈ വിഷയം? അനുദിന ജീവിതത്തിൽ എന്തുകൊണ്ട് നാം വിശുദ്ധ ജീവിതം നയിക്കണം? എന്തുകൊണ്ട് പുളിപ്പില്ലായ്മ ആയിരിക്കണം നമ്മുടെ പ്രധാന ചിന്ത എന്നുള്ളത്? ദൈവസഭയുടെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന സ്വഭാവ വിശേഷണമായിട്ട് ഉണ്ടാകേണ്ടത് എന്താ? വിശുദ്ധിയാണ് ഉണ്ടായിരിക്കേണ്ടത്. നമുക്ക് കൈമോശം വന്നതും വിശുദ്ധിയാണ്. മറ്റു പലതും ഒരു പക്ഷേ ഉണ്ടെങ്കിലും വിശുദ്ധി ഇല്ല എങ്കിൽ കർത്താവ് നമ്മെ വീണ്ടെടുത്തതിന്റെ എന്തർത്ഥമാകുന്നുള്ളത്? അശുദ്ധിയിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിച്ചു. ഈ കൊരിന്ത്യര് അവരുടെ ഇടയിൽ ഇല്ലാതിരുന്ന യാതൊരുമായിരിക്കുന്ന ദുസ്വഭാവങ്ങളും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള സ്ഥാനത്ത് നിന്നാണ് കർത്താവ് അവരെ വീണ്ടെടുത്തത്. കൊരിന്ത്യരോട് പൗലോസ് പറയുകയാണ്, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുകയാണ്, അത് ക്രിസ്തുവാണ്, നിങ്ങളത് മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ വായിക്കുന്ന പോലെ ആകയാൽ നാം പഴയ പുളിമാവുണ്ടല്ല, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ പഴയ പുളിമാവിനെ ഒക്കെ നിങ്ങൾ നീക്കിക്കളയണം. പുളിപ്പൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല. പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് നമ്മുടെ ജീവിതം ഉത്സവമായിട്ട് മാറണം. എങ്ങനെയാ? പുളിപ്പില്ലായ്മ കൊണ്ട്.
പുളിപ്പ് ജീവിതത്തിൽ ഉണ്ടായാൽ ജീവിതം ഉത്സവമല്ലാകാനായിട്ട് ഉത്സവമാകുകയില്ല. നമുക്കറിയാമല്ലോ, ഒരു വിശ്വാസിയുടെ ജീവിതത്തില് പുളിപ്പിന്റെ അനുഭവം ഉണ്ടാകുമ്പോൾ അവന്റെ ജീവിതം നിരാശയിലേക്ക് പോകും, അവന്റെ ജീവിതം അസംതൃപ്തിയിലേക്ക് പോകും. ഏത് വിശ്വാസിയുടെ ജീവിതത്തിൽ എന്നാൽ പാപമില്ലാതെ പുളിപ്പില്ലായ്മയോടുകൂടെ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ ഒരു വിശ്വാസി സാധിച്ചാൽ അതിനപ്പുറം സന്തോഷം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് അനുഭവിച്ചറിയുന്ന എല്ലാവർക്കും അറിയാം. എപ്പോഴൊക്കെ പാപം പ്രവേശിക്കുമോ, എപ്പോഴൊക്കെ പുളിപ്പ് പ്രവേശിക്കുമോ, ജീവിതം അസന്തുഷ്ടിയുള്ളതായിട്ട് തീരും, അസംതൃപ്തിയുള്ളതായിട്ട് തീരും. ഇത് നാം വായിക്കുന്നത് നാം ഉത്സവമാചരിക്കേണ്ടുന്നവരാണ് സഹായിക്കും. നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് ഉത്സവമാചരിക്കും. വീണ്ടും നമുക്ക് 6-ാം വാക്യം കൂടെ വായിക്കാം. 6-ാം വാക്യം, 6-ഉം 7-ഉം വാക്യങ്ങൾ. 6-ാം വാക്യം വായിച്ചാലും മതി. 6-ാം വാക്യം നോക്കുക. ഇതാണ് ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കും. അസാരം പുളിമാവ് എന്തുകൊണ്ടായി മനുഷ്യനെ നീക്കണം എന്ന് പറയുന്നത്? അസാരം പുളിമാവ്. ഒരു സഭയില് ഒരു വ്യക്തി ഇങ്ങനെ മുൻപോട്ട് പോകുന്നു, കാണുന്നവർക്ക് ആർക്കും ഒരു പ്രയാസവുമില്ല, ഒരു ദുഃഖവുമില്ല, പ്രശംസയും അഹങ്കാരവുമാണ് അവർക്കുള്ളതെങ്കിൽ അസാരം പുളിമാവ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞൊരു വാക്യമുണ്ട്, ചത്ത ഈച്ച തൈലത്തെ മുഴുവൻ നാളമാറാം. ഒരാളിന്റെ പാപം ശ്രദ്ധിക്കാതെ പോയാൽ അതിൽ തുടരുവാൻ തക്കവണ്ണം അനുവദിച്ചുകൊണ്ടേയിരുന്നാൽ ആ സഭ തന്നെ വായിക്കുന്ന അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ കുളിപ്പിക്കും. ഇത് സഭയോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, വ്യക്തികളോടുള്ള ബന്ധത്തിലും നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞത് ഒരു വ്യക്തിയുള്ളതായിരിക്കുന്ന പുളിമാവ് ഒരു സഭയെ മുഴുവൻ, പുളിമാവ് എല്ലാവർക്കും അറിയാവുന്ന ഈസ്റ്റ്, ഒരല്പം ഇട്ടാൽ മതി, അതിന്റെ ഫലം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കാണാനായിട്ട് സാധിക്കും. വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന പാപത്തെ, പുളിപ്പിനെ അത് നീക്കുവാൻ സാധിച്ചില്ല എങ്കിൽ ആ പുളിപ്പ് ജീവിതത്തിലുടനീളം ആ പുളിപ്പിനെ നീക്കുവാൻ സാധിച്ചില്ല എങ്കിൽ ആ പുളിപ്പ് ജീവിതത്തെ മുഴുവൻ ക്രമേണ കാർന്നു നിൽക്കുന്ന അനുഭവങ്ങളിലേക്ക് ആയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പാപങ്ങള്, മാലിന്യങ്ങള് അതാത് സമയങ്ങളിൽ സംഭവിച്ചുകൂടായില്ല. പക്ഷെങ്കിൽ സംഭവിച്ചാൽ ഇവിടെ നാം പറയുന്ന പോലെ അതിൽ അഹങ്കരിക്കുവാനായിട്ട് നമുക്ക് ഇടയാകരുത്, അതിൽ പ്രശംസിക്കുവാൻ നമുക്ക് ഇടയാകരുത്. പിന്നെ എന്ത് ചെയ്യണം? നാം അതിനെ ഓർത്ത് ദുഃഖിക്കുവാൻ നമുക്ക് സാധിക്കണം. സഭയോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാം, ഒപ്പം നമ്മുടെ വ്യക്തി ജീവിതത്തോടുള്ള ബന്ധത്തിലും നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. എന്റെ പ്രശംസ നന്നല്ല, അസാര പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നിൽക്കുകയും ഞാൻ വളർത്തപ്പെട്ടിരിക്കുന്ന ക്രിസ്തു തന്നെ ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടല്ല, സ്വച്ഛതയും സത്യമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കും. 9 വാക്യം പെട്ടെന്ന് വായിക്കാം. അത് ഈ ലോകത്തിലെ ദുർമടക്കുകാരോടോ അത്യാഗ്രഹികളോടോ കുറ്റക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് നല്ലല്ലോ. അങ്ങനെയാ എങ്കിൽ നിങ്ങൾ ലോകം വിട്ട് പോകേണ്ടി വരും. എന്നാൽ സഹോദരൻ നിന്ന് വേർപെട്ട ഒരുവൻ ദുർനടക്കുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാഗക്കാരനോ മറ്റേവനോ പിടിച്ചുവരക്കാരനോ ആവുന്നെങ്കിൽ അവരോട് സംസർഗമല്ല. അങ്ങനെയുള്ളവരോട് ഭക്ഷണം കഴിക്കുമ്പോഴും അതെ എന്നൊക്കെ ഞാൻ പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്ക് ഏറ്റുകാര്യം. നിങ്ങൾ അകത്തുള്ളവരെ നല്ലയോ പുറത്തുള്ളവരെ ദൈവം. വാക്യങ്ങളോട് ചേർന്ന് വരുന്നതാണ് ഈ 6, 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ തുറന്നുറപ്പുകാരനോട് നിങ്ങൾ സംസർഗം വരരുത് എന്ന് എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്. ഇവിടെ നാം ഓർക്കണം, ഞാൻ നേരത്തെ അതിൽ തന്നെ പറയുന്നുണ്ടായി, ഇത് എത്രാമത്തെ ലേഖനമാണ്? ശരിക്കും പൗലോസിന്റെ 2ാമത്തെ ലേഖനമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ 1 കൊരിന്ത്യർ നമുക്ക് ലഭിച്ച 1ാമത്തെ ലേഖനമാണെങ്കിലും ഇത് വാസ്തവത്തിൽ 2ാമത്തെ ലേഖനമാണ്. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ ആദ്യത്തെ ലേഖനം നമുക്ക് ലഭിച്ചിട്ടില്ല. തുറന്നടപ്പുകാരോട് സംസർഗം വരുന്നതെന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. നേരത്തെ ഇത് ഇങ്ങനെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്, അന്ന് പറഞ്ഞതാ ഈ വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ബാക്കിയുള്ള ഭാഗം നമുക്ക് നോക്കാം. അവിടെ തുറന്നടപ്പുകാരോട് സംസർഗം വരുന്നതെന്ന് ഞാൻ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിൽ, അത് എന്താ ഇവിടുത്തെ വിഷയം? ലോകത്തിലുള്ളവരോട് നാം
ബന്ധപ്പെടുന്ന കാര്യത്തെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലോകത്തുള്ളവരുമായെല്ലാം പിന്മാറി നമ്മൾ ഏകാന്തനായിട്ട് സഭയിലുള്ളവരോട് മാത്രം ബന്ധം പുലർത്തി അങ്ങനെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷെ ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇവിടെ പൗലോസ് പറയുകയാണ്, അത് ഈ ലോകത്തിലെ തുറന്നുറപ്പുകാരോട് അത്യാഗ്രഹികളോട് പിടിച്ചുപറിക്കാരോട് വിഗ്രഹാരാധനയോട് അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടാൽ പോകേണ്ടി വരും. ലോകത്തിലുള്ളവരോട് നിങ്ങൾക്ക് സംസർഗമാകാം. പക്ഷെ ഒരു കാര്യം നാം ഓർത്തിരിക്കണം, വെള്ളത്തിൽ വള്ളം കിടക്കുന്നുണ്ട്, പക്ഷെങ്കിൽ വള്ളത്തിൽ കയറാൻ പാടില്ല. ഇത് പ്രത്യേകം സൂക്ഷിക്കണം. ലോകത്തിലുള്ളവരുമായിട്ട് സംസർഗം ഉണ്ടാകുമ്പോൾ നാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സംസർഗം നമ്മൾ നാട് പോകാനായിട്ടല്ല, മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ലോകത്തിലുള്ളവരോടൊന്നും ബന്ധപ്പെടാതെ ഏകാന്തരായിട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നത് നല്ലതാ. പക്ഷേ അതുകൊണ്ട് അതല്ല ദൈവത്തെ കുറിച്ച്. കർത്താവ് അങ്ങനെയായിരുന്നു. കർത്താവ് വിശുദ്ധന്മാരോടൊപ്പമാണോ കഴിഞ്ഞത്? അതായി എന്ന് പറയുന്ന ചുങ്കക്കാരൻ കർത്താവിനെ കണ്ട് കർത്താവിനെ ആകർഷനായി മുമ്പോട്ട് വന്നു. മത്തായി ഒരു വലിയ വിരുന്ന് കഴിച്ചു. ആ വായിക്കുന്നുണ്ട്. ഇപ്പൊ ഇതിനോട് മത്തായിട്ടുണ്ട്. അവിടെ വന്നപ്പോൾ ചുങ്കക്കാരൻ ഒക്കെ തന്നോട് ജോലി ചെയ്ത ചുങ്കക്കാരെ ഒക്കെ മത്തായി വിളിച്ചു. ആ ഭവനത്തിൽ നിറച്ച ചുങ്കക്കാരൻ പറഞ്ഞ ഏറ്റവും അധമന്മാരാണ് അവരുടെ സമൂഹത്തില്. അവരെല്ലാം വന്നു. അപ്പം മറ്റുള്ളവർ കണ്ടവരൊക്കെ ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഒക്കെ പറഞ്ഞു, ഇവൻ വാസ്തവത്തിൽ പ്രവാചകനൊന്നുമല്ല, ഇവൻ ഈ ചുങ്കക്കാരോട് ഭക്ഷണം കഴിക്കും. കർത്താവ് പറഞ്ഞു, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് എന്നെ കൊണ്ട് ആവശ്യമില്ല. അതായിരുന്നു കർത്താവിന്റെ മനോഭാവം. പക്ഷെങ്കിൽ കർത്താവ് തന്റെ ജീവിതത്തെ സൂക്ഷിച്ചതുപോലെ മറ്റുള്ളവരുടെ ഇടയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുവാൻ നാം ശ്രദ്ധിക്കണം. ഇവിടെ പൗലോസ് പറയുന്നത് അങ്ങനെയുള്ളവരോട് സംസർഗം അരുത് എന്നല്ല, പക്ഷെ സഭയിലുള്ള നമ്മുടെ വായിക്കുന്ന സഹോദരൻ എന്ന് പേർ വിളിക്കപ്പെട്ട ഒരുവൻ കാരണം അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ ദൂഷകനോ മദ്യപനോ പിടിച്ചു പറിക്കാനോ ആകുന്നെങ്കിൽ അവരോട് സംസർഗരുത്. അങ്ങനെയുള്ളവരോട് ഭക്ഷണം കഴിക്കുമ്പോഴും അല്ല എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്ക് എന്ത് കാര്യം? നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത്, പുറത്തുള്ളവരെ ദൈവം വിധിക്കണം. അവരുടെ കാര്യം ദൈവം നോക്കിക്കൊള്ളും. അകത്തുള്ളവരെ വിധിക്കണം. ഒരു കാര്യം കൂടെ നാം ഓർക്കണം. ഇങ്ങനെ ഒരു മനുഷ്യനെ, ഒരു തുറപ്പുകാരനെ സഭ ശിക്ഷണ നടപടികൾ സ്വീകരിച്ച് പുറത്താക്കി എന്ന് വിചാരിക്കുക. എന്തായിരിക്കണം പിന്നീടുള്ള സഭയുടെ മനോഭാവം? ആ പൗലോസിന്റെ ചിന്താഗതികൾ നാം വായിക്കുകയുണ്ടായി. പൗലോസിന്റെ ചിന്താഗതി അവൻ ദുഃഖിച്ച് വരുമ്പോൾ അവനെ എങ്ങനെയെങ്കിലും നിങ്ങൾ കൈക്കൊള്ളണം, അവനെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്നോട് ചേർത്ത് ഒരു വാക്കുകൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിന്റെ 14-15 വാക്കുകൾ. 2 തെസ്സലോനിക്കർ 3-ന്റെ 14-15. 2 തെസ്സലോനിക്കർ 3-ന്റെ 14-15. ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേർതിരിക്കും. നടപ്പുകാരന്റെ കാര്യത്തെ കുറിച്ച് പറയുന്നത് പോലെ തന്നെയാ ഇവിടെ പൗലോസ് ഈ തെസ്സലോനിക്കർ ലേഖനം എഴുതുമ്പോൾ പറയുന്നത്. ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന്, ലേഖനത്തിൽ ഇതേ വാക്കുകളാണ് ഉണ്ടായി. നാണിക്കേണ്ടതിന് എന്ത് ചെയ്യണം? അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേർതിരിക്കണം. 15-ാമത്തെ വാക്യമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും വിശ്വാസികളുടെ ഇല്ലാത്ത ഒരു കാര്യം. 15-ാമത്തെ വാക്യം. എങ്കിലും ശത്രു എന്ന് വിചാരിക്കാതെ സഹോദരൻ എന്ന് വെച്ച് അവനെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഈ വാക്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാം. ശിക്ഷണ നടപടി സ്വീകരിച്ച ഒരാളെ പുറത്താക്കുമ്പോൾ ആ വ്യക്തിയോടുള്ളതായിരിക്കുന്ന സഭയുടെ മനോഭാവം എന്തായിരിക്കും? അവനെ ശത്രു എന്ന് വിചാരിക്കുവാനായിട്ട് പാടില്ല. നാം ഓർക്കേണ്ട ഒരു കാര്യം, ശിക്ഷണ നടപടികൾ സ്വീകരിക്കുമ്പോഴും ആ വ്യക്തിയോടൊരു സഹതാപവും അനുകമ്പയും നമുക്ക് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ഒരു കരുതൽ അവനെ കുറിച്ച് ഉണ്ടായിരിക്കണം. പലപ്പോഴും സഭകളിൽ സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെ പുറത്താക്കിയാൽ വളരെ സന്തോഷത്തോടുകൂടെ ചെയ്യുന്നവരാണ്. പിതാവിന്റെ മനോഭാവത്തോടുകൂടെ സഭയ്ക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കണം. അവനെ ശത്രു എന്ന് വിചാരിക്കാതെ അവനെ ബുദ്ധി ഉപദേശിക്കണം, അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ മടങ്ങി വന്ന് സഭയിൽ പ്രയോജനമുള്ളവനായിട്ട് തീരുമാനത്തൊക്കെ വേണം. അതായിരിക്കണം ഏതൊരു വിശ്വാസിയുടെയും ഏത് സഭാ നേതൃത്വത്തിന്റെയും ചിന്താഗതി. ആ ചിന്തയോടുകൂടെ വേണം ഒരാളിനോട് ശിക്ഷ നടപടി എടുക്കുവാനായിട്ട്. ഒരു സഭയിൽ ഒരു പ്രയാസം ഉണ്ടായാൽ, ഒരുവൻ പാപത്തിൽ വീണുപോയാൽ, അവനെതിരെ അവനെ പാപത്തിൽ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവനെതിരെ ശിക്ഷ നടപടി ഉണ്ടാകണം. പക്ഷെങ്കിൽ
സഭയ്ക്ക് അവനെ കുറിച്ച് കരുതലുണ്ടായിരിക്കണം. അവൻ എന്നേക്കുമായിട്ട് അവനെ തള്ളിക്കളയുവാനായിട്ടല്ല, പിന്നെയോ അവന്റെ ഒരു മടങ്ങി വരവ് മാത്രമായിരിക്കണം. അവൻ യഥാസ്ഥാനപ്പെടണം. അവനെ കുറിച്ചുള്ളൊരു കരുതൽ സഭയ്ക്ക് ഉണ്ടായിരിക്കണം. അവനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം തീർച്ചയായിട്ടും പ്രവർത്തിക്കും. ഈ കുതിറപ്പുകാരൻ നാം 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ അവൻ മടങ്ങി വരുവാൻ, യഥാസ്ഥാനപ്പെടുവാൻ, ദുഃഖിച്ച് മടങ്ങി വരുവാൻ അവനിടയായി പൗലോസ് അവനെ ചേർത്തുകൊള്ളുവാനായിട്ട് ഉപദേശിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. വരും ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് പഠിച്ച കാര്യങ്ങളിൽ പ്രധാനമായിട്ടും നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് ഉത്സവമാചരിക്കുന്നവരായിട്ട് വരുന്ന ദിവസങ്ങളിൽ ക്രിസ്തീയ ജയജീവിതം നയിപ്പാന്നൊക്കെ പരാജയപ്പെട്ട പിശാചിനടിമപ്പെട്ട് പോകുവാനായിട്ടല്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. പുതിയ സൃഷ്ടികളായിട്ട് പുളിപ്പില്ലായ്മ ജീവിതത്തിൽ വഹിക്കുന്നവരായിട്ട് തീരുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവിനോടുള്ള നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കുവാൻ ആ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ദൈവം